വണ്ണം കുറയ്ക്കണമെന്ന് തീരുമാനിച്ചാൽ നമ്മൾ ഈ ഭൂരിഭാഗം ആളുകളും ആദ്യം ചിന്തിക്കുന്നത് മതി നാളെ മുതൽ 1 മണിക്കൂർ നടക്കാൻ പോകാന്നായിരിക്കും. ശരിയല്ലേ? പക്ഷെ ഒരു സത്യം പറയട്ടെ, നമ്മൾ എല്ലാ ദിവസവും 1 മണിക്കൂർ നടക്കുന്നുണ്ടാവും. പക്ഷെ വയറ് കുറയുന്നില്ല, ശരീരഭാരം കുറയുന്നില്ല, മാസങ്ങൾ കഴിഞ്ഞിട്ടും കണ്ണാടിയിൽ നമുക്ക് വലിയ മാറ്റമൊന്നും കാണുന്നില്ല. അങ്ങനെ ഒരു വിഭാഗം ഉണ്ടാവും അല്ലേ? എന്നാൽ ചിലരോ അവർ കുറച്ചേ നടക്കുന്നുണ്ടാവുള്ളൂ, പക്ഷെ വളരെ വേഗത്തിൽ അവരുടെ ശരീരത്തിലെ കൊഴുപ്പ് കുറയുന്നുണ്ടാവും, അവർ പെട്ടെന്ന് സ്ലിം ആവുന്നുണ്ടാവും, ഫിറ്റ് ആവുന്നുണ്ടാവും അല്ലേ? എന്തുകൊണ്ടാണ് ഈ വ്യത്യാസം വരുന്നത്? കാരണം പറയാട്ടോ. ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഈ വാക്കിംഗ് ടെക്നിക്കുകളെ കുറിച്ചാണ്. ഈ വീഡിയോ അവസാനം വരെ കണ്ടാൽ നിങ്ങൾ ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്ന വാക്കിംഗ് മിസ്റ്റേക്കുകൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ നാളെ മുതൽ നടക്കുമ്പോൾ ഈ ടെക്നിക്കുകളും കൂടി ഉൾപ്പെടുത്തിയിട്ട് നിങ്ങളുടെ നടത്തം കൂടുതൽ എഫക്റ്റീവ് ആയിട്ട് ചെയ്യാനും വെയിറ്റ് ലോസിനും ഒക്കെ അത് സഹായിക്കുകയും ചെയ്യും. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. എല്ലാ ടെക്നിക്കുകൾ 5 ടെക്നിക്കുകൾ നമ്മൾ പറയുന്നുണ്ട്. ഇത് നിങ്ങളുടെ ഫാറ്റ് ലോസ് ജേണിയെ മാറ്റിമറിക്കാൻ തന്നെ സാധ്യതയുണ്ട്. ഹലോ എവരിവൺ, ഞാൻ ഡോക്ടർ മുർഷിദ. നിങ്ങൾ വെയിറ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ, വെയിറ്റ് ഗെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ, തൈറോയ്ഡ്, PCOD പോലെയുള്ള ജീവിതശൈലി രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ആയുർവേദിൽ ജോയിൻ ചെയ്യാം. ഞാൻ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ആദ്യം വീഡിയോയിലോട്ട് പോവാം അല്ലേ? ആദ്യം ഞാൻ ഒരു ചോദ്യം ചോദിക്കാം. നിങ്ങൾ നടക്കാൻ പോകുമ്പോ എന്താ ചിന്തിക്കുന്നത്? കൂടുതൽ സമയം നടന്നാൽ കൂടുതൽ കൊഴുപ്പ് കുറയുന്നാണോ? ഞാൻ പെട്ടെന്ന് സ്ലിം ആവുന്നാണോ? എങ്കിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട് അതില്. 60 മിനിറ്റ് നമ്മൾ പതുക്കെ നടക്കുന്നതിനേക്കാൾ ചിലപ്പോൾ നമ്മൾ 30 മിനിറ്റ് സ്പീഡിൽ നടക്കുന്നത് വ്യത്യാസം ഉണ്ടാക്കും. കാരണം നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പ് കളയുന്നത് സമയം നോക്കിയിട്ടല്ല, നമ്മുടെ ശരീരത്തിന് നമ്മൾ നൽകുന്ന സിഗ്നലുകൾ നോക്കിയിട്ടാണ്, നമ്മൾ നമ്മുടെ ശരീരത്തിന് കൊടുക്കുന്ന വർക്കുകൾ നോക്കിയിട്ടാണ്. ആദ്യത്തെ ടെക്നിക്ക് പറയാട്ടോ. ടെക്നിക്ക് നമ്പർ 1, പവർ വാക്കിംഗ്. അതായത് വാക്കിങ്ങിൽ നമ്മൾ സ്പീഡ് വേരിയേഷൻസ് വരുത്തുക. അതായത് ഒരേ സ്പീഡിൽ മുഴുവൻ സമയം നടക്കാതെ സ്പീഡ് മാറ്റി നടക്കുക. എന്തുകൊണ്ടാണ് ഇത്രയും പവർ വാക്കിംഗ് വളരെ സ്പെഷ്യൽ ആവുന്നതെന്നറിയോ? അത് മനസ്സിലാക്കാൻ നമ്മൾ ആദ്യം ഒരു കാര്യം അറിയണം. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു സ്പീഡൊക്കെ സെറ്റ് ചെയ്തു. അതേ സ്പീഡിൽ നമ്മളൊരു 45 മിനിറ്റ് നടക്കുകയാണ്, അല്ലെങ്കിൽ 1 മണിക്കൂർ നടക്കുകയാണ്. അതിൻ്റെ ഇടയിൽ നമ്മൾ ഫ്രണ്ട്സിനെയൊക്കെ കാണുന്നുണ്ടാവും, സ്ലോ ആയി അവരോട് സംസാരിക്കുന്നുണ്ടാവും. അങ്ങനെ നമ്മൾ 1 മണിക്കൂറൊക്കെ നടന്നിട്ടുണ്ടാവും. അങ്ങനെയാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ നമ്മുടെ ശരീരത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഒരു കാര്യം അത് കുറേ സമയം ചെയ്താൽ നമ്മുടെ ശരീരം അതിനോട് അഡ്ജസ്റ്റഡ് ആവും. അപ്പോൾ ഈ കലോറി ചെലവാക്കുന്നത് കുറയാൻ തുടങ്ങും. പക്ഷെ നമ്മൾ ഇന്ന് പറഞ്ഞിട്ടുള്ളത് പവർ വാക്കിംഗ് എന്നുള്ളതാണ്. അതായത് 5 മിനിറ്റ് നമ്മൾ ഫാസ്റ്റ് ആയിട്ട് നടക്കുക, അതിനുശേഷം ഒരു 5 മിനിറ്റ് നോർമൽ ആയിട്ട് നടക്കുക, അതായത് സ്പീഡ് കുറയ്ക്കുക. അത് കഴിഞ്ഞ് വീണ്ടും 5 മിനിറ്റ് സ്പീഡിൽ നടക്കുക, അത് കഴിഞ്ഞ് 5 മിനിറ്റ് സ്ലോ ആയിട്ട് നടക്കുക. ഇങ്ങനെ സ്പീഡ് മാറ്റുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് അറിയോ? നമ്മുടെ ശരീരത്തിന് കൂടുതൽ എനർജി ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അതായത് നമുക്ക് കൂടുതൽ നമ്മുടെ ശരീരത്തിൽ ഫാറ്റ് ബേൺ സംഭവിക്കും. ഇങ്ങനെ കൂടുതൽ എനർജി ആവശ്യമായിട്ട് വരുമ്പോൾ കൂടുതൽ ഫാറ്റ് ബേൺ ഉണ്ടാവും, നമ്മുടെ വെയിറ്റ് ഒക്കെ കുറയാൻ തുടങ്ങും, നമ്മൾ സ്ലിം ആവാൻ തുടങ്ങും അല്ലേ? അപ്പോൾ അടുത്ത തവണ നടക്കാൻ പോകുമ്പോൾ ഈ ടെക്നിക്ക് ഒന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ. ഇനി ഈ പവർ വാക്കിങ്ങിൽ നമ്മൾ സ്പീഡ് കൂട്ടണം എന്ന് പറഞ്ഞു അല്ലേ? എത്ര സ്പീഡ് കൂട്ടണം? ഈ സ്പീഡ് കൂട്ടാന്ന് പറഞ്ഞാൽ ഓടലൊന്നും അല്ല കേട്ടോ. സാധാരണ നടക്കുന്നതിനേക്കാൾ വേഗത്തിൽ നടക്കണം. കൈകൾ നമ്മൾ മുന്നോട്ടും പിന്നോട്ടും ആക്കിയിട്ട് നല്ല മൂവ്മെന്റോട് കൂടി നടക്കണം. അപ്പൊ നിങ്ങൾ ചോദിക്കും എത്ര സ്പീഡ് എന്നുള്ളത്. അതിന് എളുപ്പമുള്ള ഒരു ടെസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനെ പവർ വാക്കിംഗ് ചെയ്യുമ്പോൾ നമുക്ക് ചെറിയ വാക്യങ്ങളൊക്കെ സംസാരിക്കാൻ പറ്റണം. പക്ഷെ നമ്മുടെ കൂടെയുള്ള ആളുമായിട്ട് ഇങ്ങനെ സുഖമായിട്ട് കുറേ വർത്താനൊന്നും പറഞ്ഞ് നടക്കാൻ പാടില്ല. കാരണം നമുക്ക് കൂടുതലായിട്ടുള്ള വലിയ വാക്കുകൾ സംസാരിക്കുമ്പോൾ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിലാണ് അത് നമ്മുടെ ശരിയായ സ്പീഡാണ്. ഇപ്പൊ നിങ്ങൾക്കറിയാം, നമ്മളൊരു നോർമലായിട്ട് പതുക്കെ നടക്കുമ്പോൾ മാത്രമേ നമുക്ക് ഒരാളോട് സംസാരിച്ച് ഇങ്ങനെ നടക്കാൻ പറ്റുള്ളൂ. നമ്മൾ സ്പീഡിൽ നടക്കുമ്പോൾ നമുക്ക് ഒരിക്കലും അങ്ങനെ സംസാരിച്ചുകൊണ്ട് നടക്കാൻ പറ്റില്ല. അപ്പോൾ അതാണ് സ്പീഡ് എന്ന് പറയുന്നത്. പക്ഷെ അപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നുള്ളത്, നമുക്ക് ശ്വാസം മുട്ടോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അപ്പോൾ സ്ലോ ആക്കിക്കൊള്ളണം. ഇനി ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, നിങ്ങൾക്ക് ഹൃദയ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ, അതുപോലെ അധികമായിട്ടുള്ള രക്തസമ്മർദ്ദം ഹൈപ്പർ ടെൻഷൻ ഉണ്ടെങ്കിൽ,
അല്ലെങ്കിൽ മുട്ട് വേദനയൊക്കെ അല്ലെങ്കിൽ സന്ധികളിലൊക്കെ കടുത്ത വേദനയൊക്കെ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങളുടെ ഡോക്ടറുടെ ഉപദേശം വാങ്ങിയ ശേഷം മാത്രം പവർ വാക്കിംഗ് ആരംഭിക്കുക. കാരണം എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് വെയിറ്റ് ലോസ് ആണ്, നമ്മുടെ ഫാറ്റ് ബേൺ ചെയ്യലാണ്, അല്ലാതെ പരിക്കുണ്ടാക്കലല്ല. അതുകൊണ്ട് സ്പീഡ് വാക്കിംഗ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിട്ട് തന്നെ നടക്കണം. അപ്പൊ നമുക്കിനി അടുത്ത ടെക്നിക്കിലേക്ക് പോവാം അല്ലെ. പവർ വാക്കിംഗ് എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു അല്ലെ. അപ്പോൾ ചില അസുഖങ്ങൾക്കുള്ളവർക്കൊന്നും അത് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവർക്ക് കൂടി കൂടുതൽ ഫലം കിട്ടുന്ന കാര്യമാണ് നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത്. ഈ ടെക്നിക്കിൽ നമ്മുടെ പല മസിലുകളും കൂടുതൽ പ്രവർത്തിക്കുന്നുണ്ട്. പലരും ഈ ടെക്നിക്കിനെ കുറിച്ച് അത്ര ബോധവടല്ല തോന്നുന്നു. നമുക്കത് പറയാം. ഒരു കാര്യം ചോദിക്കാം. ഒരേ ദൂരം നടക്കുകയാണ് നമ്മള്. ഒരാള് വെറും കൈയോടെ വെറുതെ നടക്കുകയാണ്, ഒരാള് ഒരു ചെറിയ ഭാരം വെച്ചിട്ട് നടക്കുകയാണ്. ഇത് രണ്ടും ഒരുപോലെയാണോ? അല്ലല്ലോ. ഈ നമ്മൾ ശൂന്യമായിട്ടുള്ള കൈ കൊണ്ട് നടക്കുമ്പോൾ, ഒന്നും ഇല്ലാതെ നടക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് കുറച്ച് എനർജി മതി അല്ലേ. എന്നാൽ നമ്മളൊരു ഭാരം കൂടി കൂട്ടി വെക്കുമ്പോൾ എന്ത് വരും? നമ്മുടെ ശരീരത്തിന് കൂടുതൽ ജോലി ചെയ്യേണ്ടി വരും, കൂടുതൽ ഊർജം വേണ്ടി വരും, കൂടുതൽ മസിൽ പ്രവർത്തിക്കേണ്ടി വരും. അപ്പൊ ഇതിനൊക്കെ ആയിട്ട് നമ്മുടെ ശരീരത്തിലെ കാലറി ബേൺ ചെയ്യേണ്ടി വരും. ഇത് പ്രാക്ടിക്കലായിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാം? ഒരു ചെറിയ ഭാരം വേണം അല്ലെ. ഒരു ഉദാഹരണത്തിന് ഒരു ബാഗ് എടുക്കുക, അതിലൊരു 500 ml-ന്റെയോ 1 ലിറ്ററിന്റെ വരെ വെള്ളക്കുപ്പി നിങ്ങൾക്ക് വെക്കാം, ഒരു ബോട്ടിൽ വെക്കാം. അല്ലെങ്കിൽ വളരെ ലൈറ്റ് വെയിറ്റ് ഉള്ള ഒരു 1 kg ഒക്കെ ഉള്ള ഡംബല് നിങ്ങൾക്ക് നടക്കുമ്പോൾ കയ്യിൽ കരുതാം. അങ്ങനെയാണ് നമ്മൾ വെയിറ്റ് ഉള്ള ഒരു ഭാരം കയ്യിൽ കരുതുക എന്നുള്ളതോട് ഉദ്ദേശിക്കുന്നത്. അത് കൂടുതൽ നിങ്ങളെ വെയിറ്റ് കുറയ്ക്കാൻ സഹായിക്കുമെന്ന് മനസ്സിലായിട്ടുണ്ടാവും അല്ലെ. നമ്മൾ ഭാരം എടുക്കണം എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ആദ്യ ദിവസം തന്നെ പോയിട്ട് വലിയ വെയിറ്റ് ഒന്നും എടുക്കരുത്. അത് ഫാറ്റ് കുറയ്ക്കല്ല, നമുക്ക് പരിക്ക് വരാനുള്ള സാധ്യത കൂട്ടുകയാണ് ചെയ്യുന്നത്. ആദ്യം ചെറിയ ഭാരം മാത്രം, നേരത്തെ പറഞ്ഞ പോലെ ഒരു 500 ml-ന്റെ ബോട്ടില് അല്ലെങ്കിൽ 1 ലിറ്ററിന്റെ ബോട്ടില്, അതൊക്കെ കയ്യിൽ കരുതാൻ പാടുള്ളൂ. നമ്മുടെ ശരീരം അതിനോട് പൊരുത്തപ്പെട്ടതിന് ശേഷം മാത്രം ഭാരം നമുക്ക് കൂട്ടാൻ പാടുള്ളൂ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മളൊരു ബാഗ് എടുക്കണം എന്ന് പറഞ്ഞു അല്ലെ, അതിലൊരു ബോട്ടിൽ ഇടണം എന്ന് പറഞ്ഞു. അപ്പോഴും നിങ്ങൾ നടക്കുമ്പോൾ നിങ്ങളുടെ പോസ്റ്റർ നേരെ ആയിരിക്കാൻ ശ്രദ്ധിക്കണം. നമ്മൾ മുന്നോട്ട് ചാഞ്ഞ് തോള് കുനിഞ്ഞൊന്നും നടക്കരുത്. അങ്ങനെ നടക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് അത് കൂടുതൽ സ്ട്രെയിൻ വരും അല്ലെ. കഴുത്ത് വേദനയോ തോൾ വേദനയോ ഡിസ്കിന്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ ആ വെയിറ്റ് എടുക്കുന്നത് ശ്രദ്ധിച്ചിട്ട് തന്നെ വേണം. അപ്പൊ 2 ടെക്നിക്കുകൾ നമ്മൾ പറഞ്ഞു. ആദ്യത്തെ നമ്മൾ പറഞ്ഞത് പവർ വാക്കിങ്ങിനെ കുറിച്ചാണ്, രണ്ടാമത് പറഞ്ഞത് ഒരു വെയിറ്റ് എടുക്കുക എന്ന് പറഞ്ഞു അല്ലെ. ഇനി ടെക്നിക് 3, കൗണ്ട് യുവർ സ്റ്റെപ്സ്. അതായത് ഞാൻ പറയാൻ പോകുന്ന ഈ ടെക്നിക്ക് നിങ്ങൾക്ക് ഈ വീഡിയോയിലെ ഏറ്റവും ലളിതമായിട്ടുള്ള ടെക്നിക്കാന്ന് തോന്നും. പക്ഷെ പലപ്പോഴും നമുക്ക് കൂടുതൽ ഫലം കിട്ടുന്നത് ഇങ്ങനത്തെ ചെറിയ ടെക്നിക്കുകൾ പറയുമ്പോഴാണ് അല്ലെ. ഞാനൊരു കാര്യം ചോദിക്കാം. നിങ്ങൾ ദിവസവും എത്ര സ്റ്റെപ്പ് നടക്കുന്നുണ്ടെന്നാണ് നിങ്ങൾ കരുതുന്നേ? എല്ലാവരുടെ മനസ്സിലൊരു നമ്പർ വന്നിട്ടുണ്ടാവും അല്ലെ. ചിലർ പറയും ഞാനൊരു 8000 സ്റ്റെപ്പ് നടക്കാറുണ്ട്, ഞാൻ വളരെ ആക്റ്റീവാണ്, ഒരു 10000 സ്റ്റെപ്പ് എങ്ങനെയായാലും നടന്നിട്ടുണ്ടാവും എന്നൊക്കെ. പക്ഷെ അതൊക്കെ നമ്മളുടെ വിചാരങ്ങളാണ്, നമ്മൾ അങ്ങനെ അനുമാനിക്കുന്നതാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ഇത് അളന്നിട്ടുണ്ടോ? പലപ്പോഴും പലരും നെട്ടാറുണ്ട് അങ്ങനെ സ്റ്റെപ്പ് കൗണ്ട് ചെയ്യുമ്പോൾ. നമ്മൾ കരുതും ഒരു 8000 സ്റ്റെപ്പൊക്കെ നമ്മൾ നടക്കുന്നുണ്ട് എന്ന്. പക്ഷെ യഥാർത്ഥത്തിൽ നമ്മൾ കൗണ്ട് ചെയ്ത് നോക്കിയാൽ 3000-ഓ 4000-ഓ സ്റ്റെപ്പ് മാത്രമേ നമ്മൾ നടക്കുന്നുണ്ടാവുള്ളൂ. എപ്പോഴും നമ്മുടെ തലച്ചോറ് പറയുന്നത് നമ്മൾ കൂടുതൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നല്ലേ. അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ സ്റ്റെപ്പ് കൗണ്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. അളന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ കഴിവ് എത്രത്തോളം നമ്മൾ കുറച്ച് നടക്കുന്നുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുള്ളൂ. അങ്ങനെ നമുക്കത് മെച്ചപ്പെടുത്താൻ പറ്റും. വെയിറ്റ് ലോസിലും അത് തന്നെയാ അല്ലെ. സ്റ്റെപ്പ് കൗണ്ട് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ ആലോചിക്കുന്നില്ല നമ്മൾ എല്ലാ ദിവസവും നടക്കുന്നുണ്ടോ മൂവ് ചെയ്യുന്നുണ്ടോ എന്ന് പോലും നമ്മൾ അറിയുന്നില്ല. ഇതെങ്ങനെ കൗണ്ട് ചെയ്യാന്ന് സംശയം ഉണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് അത് വളരെ എളുപ്പമാണ്. സ്മാർട്ട് വാച്ച് ഉണ്ടെങ്കിൽ നിങ്ങൾ എത്ര സ്റ്റെപ്പ് ദിവസവും നടക്കുന്നു എന്ന് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് അറിയാൻ പറ്റും. അല്ലെങ്കിൽ ഫോണിൽ തന്നെ സ്റ്റെപ്പ് കൗണ്ട് ആപ്പുകൾ കിട്ടൂലേ, ഇന്ന് തന്നെ നോക്കിക്കോളൂ കേട്ടോ. ഒരു സ്റ്റെപ്പ് കൗണ്ട് ആപ്പ് നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കാം. അറിയില്ലെങ്കിൽ വീഡിയോയുടെ താഴെ കമന്റിൽ പറഞ്ഞാൽ മതി, നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. അങ്ങനെ നിങ്ങൾ എന്നും നിങ്ങളുടെ സ്റ്റെപ്പ് ചെക്ക് ചെയ്യണം. അങ്ങനെ സ്റ്റെപ്പ് കൗണ്ട് ചെയ്ത് തുടങ്ങിയാൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റം വരും. ഒരു ദിവസത്തിൽ ഒരുപാട് മാറ്റം വരും. കാരണം നമ്മൾ തന്നെ നമ്മുടെ മൂവ്മെന്റ്സ് ശ്രദ്ധിക്കാൻ തുടങ്ങും. വാഹനമൊക്കെ പാർക്ക് ചെയ്യുമ്പോൾ കുറച്ച് ദൂരം പാർക്ക് ചെയ്തിട്ട് നമ്മൾ വിചാരിക്കും കുറച്ച് ദൂരം പാർക്ക് ചെയ്യാം, എന്നാൽ കുറച്ചും കൂടി സ്റ്റെപ്പ് കൂടി കിട്ടുമെന്ന് വിചാരിക്കും. ഫോണിൽ സംസാരിക്കുമ്പോൾ നമ്മൾ എന്താ വിചാരിക്കുക, ഇവിടെ നിന്ന് സംസാരിക്കുന്നതിനേക്കാൾ നല്ലത് നടന്ന് സംസാരിക്കുന്നതാന്ന് തോന്നും. ഒരു ലിഫ്റ്റിൽ കയറുന്നതിന് തൊട്ടു മുന്നേ നമ്മൾ എന്താ ആലോചിക്കുക, കുറച്ച് പടികൾ കയറാം, എന്നാൽ നമ്മുടെ സ്റ്റെപ്പ് കൗണ്ട് കൂടുമെന്ന് വിചാരിക്കും. അങ്ങനെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ നമ്മുടെ ഒരു ദിവസത്തിൽ തന്നെ ഉണ്ടാവും.
ഇപ്പോൾ കിച്ചണിലൊക്കെ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അറിയാം, നമ്മൾ നടക്കുന്നത് നമ്മൾ അറിഞ്ഞോണ്ട് സ്റ്റെപ്പ് കൗണ്ട് ചെയ്യാൻ തുടങ്ങിയാൽ നമ്മൾ തന്നെ നമ്മുടെ സ്റ്റെപ്പ് കൗണ്ട് കൂട്ടി തുടങ്ങും. പക്ഷെ നമ്മളിങ്ങനെ ഒരുപാട് സ്റ്റെപ്സ്, 100 കണക്കിന് സ്റ്റെപ്പ് ഓരോ ദിവസവും നമ്മളിങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആവുമ്പോൾ ആഴ്ചകളും മാസങ്ങളും ഒക്കെ നോക്കുമ്പോൾ ഒരുപാട് വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാവും. അതായത് നമ്മൾ വെയിറ്റ് ലോസ് എന്നുള്ളത് ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്ന കാര്യമല്ല. അത് ശ്രമിച്ചിട്ടുള്ളവർക്ക് അത് അറിയുന്നുണ്ടാവും അല്ലേ. കുറേ ദിവസങ്ങളുടെ കൂട്ടിച്ചേർക്കലാണ് ഒരു വെയിറ്റ് ലോസ് ജേണി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അടുത്ത ടെക്നിക്ക് നോക്കാം. ഇൻക്ലൈൻ വാക്കിംഗ് ആണ്. ഈ പറയാൻ പോകുന്ന ടെക്നിക്ക് പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഇന്ന് ശ്രദ്ധിച്ചാൽ നാളെ മുതൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വാക്കിങ്ങിൽ ഇത് ഉൾപ്പെടുത്തും. നിങ്ങളൊരു കാര്യം ചിന്തിച്ചു നോക്കൂ കേട്ടോ. ഒരേ സമയം ഒരു 30 മിനിറ്റ് സാധാരണ ഫ്ലാറ്റ് ആയിട്ടുള്ള സർഫസിൽ നടക്കുകയാണ്, ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള റോഡിൽ നടക്കുകയാണ്. മറ്റൊരാള് ചെറിയൊരു കയറ്റത്തിലേക്ക് കയറുകയാണ്. ഏതാ നമ്മുടെ ശരീരത്തിന് കൂടുതൽ ഊർജം ചെയ്യേണ്ടി വരിക? ഏതാ നമ്മുടെ ശരീരത്തിന് കുറച്ച് ബുദ്ധിമുട്ടായി തോന്നുക? തീർച്ചയായും കയറ്റം കയറുന്നതായിരിക്കും. എന്തുകൊണ്ടാ? കാരണം നമ്മൾ ആ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു സർഫസിലൂടെ നടക്കുമ്പോൾ നടക്കുക മാത്രം അല്ലേ. പക്ഷെ ഒരു കയറ്റം കയറുമ്പോൾ എന്താ ഉണ്ടാവുക? നമ്മൾ ഗ്രാവിറ്റിക്കെതിരെയായിട്ടാണ് നടക്കുന്നത്. അതായത് നമ്മുടെ ശരീരത്തിന് കൂടുതൽ ജോലി ചെയ്യേണ്ടി വരുന്നു. ഓരോ മസിലിനും കൂടുതൽ ജോലി ചെയ്യേണ്ടി വരുന്നുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് ഗ്ലൂട്ട്സ്, ഹാംസ്ട്രിങ്, കാഫ്, നമ്മുടെ ആ കാലിന്റെ താഴെയുള്ള മസിലുകളൊക്കെ നല്ല കൂടുതൽ സജീവമാവുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരു ഇൻക്ലൈൻ വാക്കിങ്, ഒരു ചെറിയ കയറ്റം കയറുമ്പോൾ കുറച്ച് നടന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് പ്രയാസം അനുഭവപ്പെടുന്നത്. പലർക്കും അറിയാത്തൊരു കാര്യമുണ്ട് കേട്ടോ. ഒരു 5% ഒരു ഇൻക്ലൈൻ ആണ് നമ്മൾ കൂട്ടിയതെങ്കിൽ പോലും നമ്മളൊരു ഫ്ലാറ്റ് ആയിട്ടുള്ള സ്ഥലത്തെ അപേക്ഷിച്ച് നമ്മൾക്ക് ചെലവാക്കേണ്ടി വരുന്ന ഊർജം എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. ഒരു 10% ഒരു കയറ്റം ഉണ്ടെങ്കിലോ നമ്മുടെ ശരീരത്തിന്റെ ജോലിഭാരം വീണ്ടും വീണ്ടും ഉയരുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഫിറ്റ്നസ് നിലനിർത്താൻ വേണ്ടി നടക്കുകയാണെങ്കിൽ കുറച്ച് ഇൻക്ലൈൻഡ് ആയിട്ടുള്ള കുറച്ച് കയറ്റുള്ള സ്ഥലങ്ങളും കൂടി തെരഞ്ഞെടുത്ത് നടക്കണം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ നടക്കുന്ന സമയം മാത്രമല്ല കേട്ടോ, നമ്മുടെ നടക്കുന്നതിന്റെ ഇന്റൻസിറ്റി, പവർ അതിനെ സഹായിക്കുന്നുണ്ട്. അതുപോലെ നടക്കുന്ന സർഫസ് പോലും അതിനെ സഹായിക്കുന്നുണ്ടെന്ന് ഈ വീഡിയോ ഒന്ന് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. ഇനി അതിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ കണ്ണാടി നോക്കുമ്പോൾ വെയിറ്റ് കുറഞ്ഞാൽ മാത്രം പോരാ അല്ലെ. നമുക്ക് നല്ല ഷേപ്പ് വേണ്ടേ? ലെഗ്സ് ഒക്കെ, നമ്മുടെ കാലൊക്കെ നല്ല ടോൺഡ് ആയിട്ട് കാണണം. അതുപോലെ നമ്മുടെ ലോവർ ബോഡിയൊക്കെ നല്ല ഫേം ആയിട്ട് തോന്നും. ഈ കയറ്റത്തിൽ കൂടെ നമ്മൾ ഇടയ്ക്ക് നടന്നാൽ അത് നമ്മുടെ താഴെയുള്ള കാലിലുള്ള ഗ്ലൂട്ട്സിനും തൈസിലും കാഫ്സിലും മസിലിനും ഒക്കെ നല്ല സ്ട്രോങ് ആക്കി വെക്കും, നല്ല ഷേപ്പ് ആക്കി വെക്കും. സാധാരണ വാക്കിങ്ങിനേക്കാൾ കൂടുതൽ മസിലൊക്കെ സ്ട്രോങ് ആവാൻ നല്ലത് ഈ നടത്താണ്. പക്ഷെ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഈ പിടിച്ച് കയറാനുള്ള ഒരു ഡ്രില്ലൊക്കെ ഉണ്ടെങ്കിൽ, ഇങ്ങനെ കയറ്റം കയറുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യം, നിങ്ങൾ പോസ്റ്റർ കറക്റ്റ് ആയിട്ട് നോക്കണം. എന്തെങ്കിലും പിടിച്ച് കയറാനുള്ള കമ്പിയൊക്കെ ഉണ്ടെങ്കിൽ അതിൽ തൂങ്ങിയൊന്നും കയറരുത്. കാരണം അതിന്റെ ഗുണങ്ങൾ നമുക്ക് നഷ്ടമാവും. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മസിലുകളെ തന്നെ എപ്പോഴും വർക്ക് ചെയ്യിപ്പിക്കാൻ ശ്രദ്ധിക്കണം. നമ്മുടെ തോളൊക്കെ റിലാക്സ് ആയിട്ട്, ചെസ്റ്റ് ഒക്കെ ഓപ്പൺ ആയിട്ട്, നമ്മുടെ കോറൊക്കെ ടൈറ്റ് ആക്കി വെച്ചിട്ട് വേണം നമ്മൾ കയറാൻ വേണ്ടിയിട്ട്. നമ്മുടെ കാലുകളുടെ മസിൽ തന്നെ ജോലി ചെയ്യാൻ നമ്മൾ സമ്മതിക്കണം. ഇനി അടുത്ത ടെക്നിക്ക് എന്ന് പറയുന്നത് വാക്ക് ആഫ്റ്റർ യുവർ മീൽസ്. അതായത് ഞാൻ പറയാൻ പോകുന്ന ഈ ടെക്നിക്ക് എന്നുള്ളത് ഈ വീഡിയോയിൽ ഏറ്റവും എളുപ്പമുള്ളതും കുറച്ച് സമയം ചെയ്താൽ മതി. പക്ഷെ പല ആളുകളും അവഗണിക്കുന്ന ഒന്നാണ്. ഞാനൊരു കാര്യം ചോദിക്കാം കേട്ടോ. ഭക്ഷണം കഴിച്ച ശേഷം നിങ്ങൾ എന്താ സാധാരണ ചെയ്യാറുള്ളത്? സോഫയിൽ ഇരിക്കോ, മൊബൈൽ എടുത്ത് സ്ക്രോൾ ചെയ്യോ, അല്ലെങ്കിൽ കിടക്കുവോ? അങ്ങനെയാണെങ്കിൽ ഈ പറയാൻ പോകുന്ന ഈ മാറ്റം നിങ്ങളുടെ വെയിറ്റ് ലോസ് ജേണിയിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും. ഭക്ഷണം കഴിച്ച ശേഷം ഒരു 10-15 മിനിറ്റോ നടക്കുക. 10 മിനിറ്റോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നൂലേ? അത് മതി. കാരണം അവിടെ സംഭവിക്കുന്ന എന്താണെന്നറിയോ? നമ്മുടെ ശരീരത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം സംഭവിക്കുന്നുണ്ട്. ഈ ഭക്ഷണം കഴിച്ച ശേഷം നമ്മളെ ബ്ലഡ് ഷുഗർ ഉയരുന്നുണ്ട്. അത് സ്വാഭാവികമാണ്. പക്ഷെ അത് വീണ്ടും വീണ്ടും ഉയരുന്നുണ്ട്. അത് ഉയർന്നു കഴിഞ്ഞാല് നീക്കിക്കോ. ഈ ബ്ലഡ് ഷുഗർ നമുക്ക് ഒരുപാട് സമയം ഇങ്ങനെ ഉയർന്നിരിക്കുന്ന നമുക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഈ വയറിലൊക്കെ കൊഴുപ്പ് അടിഞ്ഞുകൂടാനും പൊണ്ണത്തടി ഉണ്ടാവാനും കുടവയർ ഉണ്ടാവാനും ഒക്കെ അത് കാരണമാവും. ഇവിടെയൊക്കെയാണ് നമ്മൾ ഭക്ഷണത്തിന് ശേഷം നടക്കുന്നത് വളരെ ശക്തമായിട്ടുള്ളൊരു ടൂളാന്ന് പറയുന്നത്. ഭക്ഷണത്തിന് ശേഷം നമ്മൾ കുറച്ചു നേരം നടക്കുമ്പോൾ നമ്മുടെ മസിലുകളൊക്കെ പ്രവർത്തിക്കാൻ തുടങ്ങും അല്ലെ. ഈ മസിലുകൾ പ്രവർത്തിക്കുമ്പോൾ അതിനൊക്കെ ഊർജ്ജം ആവശ്യമാണ്.
അപ്പം നമ്മുടെ ശരീരത്തിലുള്ള ഈ ബ്ലഡിലൊക്കെയുള്ള ഗ്ലൂക്കോസുകൾ കാര്യക്ഷമമായിട്ട് ഈ മസിലുകൾ ഉപയോഗിക്കാൻ തുടങ്ങും. അതുകൊണ്ട് ഈ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് നടക്കുമ്പോൾ നമ്മുടെ ബ്ലഡിലുള്ള ഷുഗറൊക്കെ മസിലുകളിലേക്ക് പോകും. അത് നമ്മുടെ വെയിറ്റ് ലോസിനെ വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യമാണ്. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ചെറിയ ചെറിയ മാറ്റങ്ങളാണ് നമുക്ക് വലിയ വലിയ റിസൾട്ട് ഉണ്ടാക്കുന്നത്. ഇനി നമ്മൾ പ്രാക്ടിക്കലായിട്ട് ഇത് ചെയ്യാന്നുള്ളത്, ഭക്ഷണം കഴിച്ച ഉടനെ ഓടാനൊന്നും പോകരുത്. പതുക്കെ സുഖകരമായിട്ടുള്ള ഒരു വേഗത്തിൽ നടക്കാൻ നോക്കുക. 10-15 മിനിറ്റ് മതി. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട്, ലഞ്ച് കഴിഞ്ഞിട്ട്, ഡിന്നർ കഴിഞ്ഞിട്ട്, അങ്ങനെ 3 സമയമായിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് നടന്നു നോക്കൂ. ഒരു ദിവസം നിങ്ങൾ 1 മണിക്കൂർ നടക്കുന്നതിനേക്കാൾ ചിലപ്പോൾ ഇത് വളരെ എഫക്റ്റീവ് ആയിരിക്കും. എല്ലാ ദിവസവും ഇങ്ങനെ ഒരു 10 മിനിറ്റ് നടക്കുന്നത് ഏറ്റവും നല്ലൊരു കാര്യമായിട്ടാണ് പറയുന്നത്. അപ്പൊ ഇന്നത്തെ ദിവസമെങ്കിലും നിങ്ങൾ അതൊന്ന് ശ്രമിച്ചു നോക്കണം കേട്ടോ. നിങ്ങൾക്ക് എന്തൊക്കെയാണ് വ്യത്യാസങ്ങൾ തോന്നിയത് എന്നുള്ളത് കമന്റിൽ പറയണം കേട്ടോ. ഇന്ന് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഒരുപാട് അറിവുകൾ കിട്ടിയില്ലേ? ഒരു 5 ടെക്നിക്കുകൾ പറഞ്ഞു തന്നു എങ്ങനെ നടക്കണം. നിങ്ങൾ സാധാരണ നടക്കുന്നവരാണെങ്കിൽ അത് ഒന്നും കൂടി എഫക്റ്റീവ് ആവാൻ എന്തെല്ലാം ചെയ്യണം എന്നുള്ളത്. ഇനി ഞാനൊരു കാര്യം ചോദിക്കാം. നമ്മൾ ഈ അറിവുണ്ടാക്കുക എന്ന് പറയുന്നത്, നമ്മളൊരു വീഡിയോ കേട്ടു, അതിൽ കുറച്ച് അറിവുകളൊക്കെ ഉണ്ടായില്ലേ? പക്ഷെ അത് എപ്പോഴും ആക്ഷൻ ആയിട്ട് നമ്മൾ ചെയ്യുമ്പോഴാണ് ആ വീഡിയോ കണ്ടുകൊണ്ട് നിങ്ങൾക്കൊരു ഗുണം ഉണ്ടാകുന്നത്. അപ്പൊ ഈ വീഡിയോ പറഞ്ഞ 5 ടെക്നിക്കുകളിൽ നിങ്ങൾ നാളെ തന്നെ തുടങ്ങാൻ പോകുന്ന കാര്യം എന്താന്ന് പറയണം കേട്ടോ. അത് കമന്റിൽ പറയാ, തീർച്ചയായിട്ടും പറയാ. കമന്റിൽ പറയാനൊന്നും മടിക്കരുത് കേട്ടോ. ഞാൻ വായിക്കുന്നുണ്ട്, റിപ്ലൈ തരുന്നുണ്ട്. അപ്പോൾ ഈ ഫാറ്റ് ലോസ് എന്നുള്ളത്, വെയിറ്റ് ലോസ് ചെയ്യുക എന്നുള്ളതൊക്കെ ഒരു ദിവസം കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമൊന്നുമല്ല. ഒരുപാട് ദിവസങ്ങൾ നമ്മൾ കഷ്ടപ്പെടുക എന്നൊന്നുമല്ല, നമ്മൾ അതിലൊരു എഫേർട്ട് ഇടുമ്പോൾ കിട്ടുന്ന ഒരു കാര്യമാണ് വെയിറ്റ് ലോസ് എന്നുള്ളത്. നമ്മുടെ ആയുർവേദത്തിൽ ഒരുപാട് പേരുണ്ട് വളരെ എഫക്റ്റീവായിട്ട് ഹെൽത്തി ആയിട്ട് വെയിറ്റ് ലോസ് ചെയ്തവര്. പക്ഷെ അവരൊക്കെ ചെറിയ ചെറിയ തീരുമാനങ്ങൾ എടുക്കുന്നവരാ. ആ ചെറിയ ചെറിയ തീരുമാനങ്ങൾ നമ്മൾ കുറെ കാലം കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്താണോ വിചാരിച്ചത് അത് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കൂടുതൽ സയൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഫാറ്റ് ലോസ് ടെക്നിക്കുകളായിട്ട് വരാം. ലീവ് ബെറ്റർ, ഫീൽ ബെറ്റർ. താങ്ക് യു.